ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉമ്മാൻ്റെ കൂടെയും പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഞാൻ ഇരിക്കുന്ന കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടത്. ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇവിടെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. ഇവിടെ ഇരുന്നിട്ട് ബുക്ക് വായിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഇങ്ങനെ നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ബാൽക്കണിയിൽ ഇവരൊരു പാത്രത്തിൽ പിന്നെ പുതിനൊക്കെ നട്ടുകണം കേട്ടോ. ഇത് സൺഫ്ലവർ ആണ് പറഞ്ഞ് കാണുന്ന ചെടി. പിന്നെ അതുപോലെ റുമ്മാമ്പഴത്തിൻ്റെ തൈയുണ്ട്. പിന്നെ നമ്മൾ മുളക് തൈ, അങ്ങനെ അല്ലറ ചില്ലറ തൈകളൊക്കെ അതിലുണ്ട്. ഈത്തപ്പഴമൊക്കെ ഉണ്ട്, ഉണ്ടാവുമെന്ന് അറിയുന്നില്ല, എന്നാലും ഈത്തപ്പഴമൊക്കെ ഏതായാലും വെച്ചെടുത്തിക്കണേ. പിന്നെ അങ്ങനെ അപ്പം അതിൽ തന്നെ ഒരു വഴുതനങ്ങ തൈ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം വലുതായിക്കണേ, പൂവിട്ട് കൊഴിഞ്ഞു പോയാലോ. പിന്നെ അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് പോയത് കേട്ടോ, മുറ്റടിച്ച് വരാൻ. അപ്പോൾ മുറ്റടിച്ച് വരുമ്പോൾ അവിടെ ഒരു ഇലമുളച്ച് കണ്ടു. പിന്നെ അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അത്യാവശ്യം വലുതായിട്ടുണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പൂളത്തൈയൊക്കെ ചാക്കിൽ വെച്ചായിരുന്നു കേട്ടോ. അതൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ട്, പറിക്കാനൊന്നും ആയിട്ടില്ല. പിന്നെ നമ്മൾ ആടിലോടകം, പിന്നെ കുറച്ച് ചീരകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ ഇതൊക്കെ അത്യാവശ്യം ഇങ്ങനെ വലുതായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇലയൊക്കെ എടുക്കലുണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ. പിന്നെ കുറച്ച് മുളക് തൈ അതുപോലെ ഒരു പാത്രത്തിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ വലുതായി വരുന്നുള്ളൂ, തൈകളാണ്. പിന്നെ നമ്മൾ ഇട്ടുന്ന കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ കണ്ണിമാങ്ങ ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നു കേട്ടോ. കല്ലുപ്പിട്ട് വെച്ചിട്ട് ചെറിയ തിളക്കാത്തൊരു ചുടുവെള്ളം അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളതങ്ങനെ ചൂടാറിയ ശേഷം ഞാനൊരു ബോട്ടിലാക്കി വെച്ചിരുന്നു. അങ്ങനെ പിന്നെ അമ്മായി പറഞ്ഞെങ്കിൽ പൊറോട്ട ഉണ്ടാക്കി വെച്ചപ്പോൾ ഞാൻ ഏതായാലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പൊറോട്ടക്കുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഞാനും അമ്മോൻ്റെ മോളും കൂടി ഞങ്ങൾ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ അടുത്തുള്ളൊരു ഷോപ്പിക്ക്, അവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇതിന് അമ്മായി തേങ്ങ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞാൻ ബാക്കിയുള്ള പൊറോട്ടയുടെ പരിപാടിയൊക്കെ കഴിച്ചു. അങ്ങനെ പൊറോട്ട ചുട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മളങ്ങനെ മുളകിട്ടൊരു കറിയും കൂടിയും പൊറോട്ടയ്ക്ക് ഉണ്ടാക്കിയിരുന്നു. പിന്നെ നമ്മൾ ചമ്മന്തിയും ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു. പിന്നെ നമ്മളങ്ങനെ നോമ്പ് തുറക്കാനുള്ള നേരമായി പെട്ടെന്ന് തന്നെ. പിന്നെ അങ്ങനെ ഞാൻ ഏതായാലും ബിരിയാണി എന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് കണ്ണിമാങ്ങയും കഴിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.